ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൺമണി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയ ടിപ്സാണ്, പക്ഷെ അത് ഞാൻ തയ്ച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്താൽ കൊള്ളാം എന്ന് തോന്നിയത് കേട്ടോ. ഇങ്ങനത്തെ ഒരു കഴുത്താണ്, ഫ്രണ്ട് കഴുത്ത്. ബാക്ക് കഴുത്തും ഏകദേശം ഒരു ആലില പോലത്തെ ഒരു കഴുത്താണ്. അപ്പം നമുക്കതൊരു ചെറിയ ഒരു ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് കഴുത്ത് ഇങ്ങനെയുള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് ആരി വർക്ക്, മുത്ത് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് ബാക്ക് ഇതാണ് കഴുത്ത്. അതിന് മോഡലൊന്നുമില്ല, സാധാരണ തന്നെ. പക്ഷേ ഇതിന് മോഡലൊന്നുമല്ല, ഫ്രണ്ട് കഴുത്ത് ഇതാണ്. പക്ഷേ ഇതിന് നമുക്കൊരു 9.5 ഇഞ്ച് ഡാട്ടാണ് വേണ്ടത്. അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നല്ല കട്ടിയുള്ള ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ പോലും നമുക്ക് ക്യാൻവാസ് ഉണ്ടല്ലോ, കട്ടി കുറഞ്ഞ പേപ്പർ ക്യാൻവാസ്, നമ്മൾ ഈ എംബ്രോയ്ഡറിക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ആ ക്യാൻവാസ് വെച്ചിട്ട് നമ്മളൊന്ന് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേച്ച് പിടിപ്പിക്കുമ്പോൾ കുറച്ച് നല്ല സ്റ്റിഫ്നെസ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് നല്ല ഇടാൻ നല്ല കംഫർട്ടായിരിക്കും. കല്യാണ ബ്ലൗസൊക്കെ ചുറുവൊന്നും ഇല്ലാതെ നല്ല ടിപ്പായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനും പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാനാണ്. ഇതിൻ്റെ ഡാട്ട് നമ്മൾ കവർ ചെയ്തടിക്കുമല്ലോ. സാധാരണ നമ്മൾ കവർ ചെയ്തടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലേ, ഇതിൽ കവർ ചെയ്തടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴുത്ത് ഞാൻ കവർ ചെയ്തടിക്കുന്ന കഴുത്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡാട്ട് എടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞ ഒരു ടിപ്സാണെന്ന്. കാരണം നമ്മൾ ഡാട്ട് എടുക്കുമ്പോൾ 9.5 ഇഞ്ചാണ് നമുക്ക് ഡാട്ടിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നത് കേട്ടോ. 9.5 ഇഞ്ച്. ഇവിടുത്തെ അകലം എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ച്, അതായത് 7 ഇഞ്ച് നമുക്ക് പട്ട അവിടെ വെച്ചടിക്കുമ്പോൾ 3.5, 4, ഒരു 3.25 ഇഞ്ച് മതി കേട്ടോ. എന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഡാട്ട് എടുക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ, അതായത് ഇവിടെ നിന്ന് നേരെ പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ പകുതിയിൽ, അതായത് ഈ ഷോൾഡറല്ല, കൈ വൈഡ് നോക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഷോൾഡറിൻ്റെ പകുതിയിൽ അടയാളപ്പെടുത്തുക. അവിടെ നമ്മളിവിടെ നിന്ന് അടയാളപ്പെടുത്തി 9.5 ഇഞ്ചിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു വര, 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു വര. പിന്നെ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു വര, ഇവിടെ നിന്ന് ഒരു വര, പിന്നെ ഇവിടെ നിന്ന് ഒരു വര. അപ്പം നമുക്ക് 4 വരയും കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ കട്ട് പോയിട്ട് ഒരു 1.5 ഇഞ്ച്. അപ്പോൾ ഇതിൽ നമ്മൾ വരച്ച് നമ്മൾ തയ്ച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ആദ്യം ഈ നടുക്കത്തെ പീസ് തന്നെ തയ്ച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ ഇത് തയ്ക്കാം, ഇത് വേണമെങ്കിൽ ഇത് തയ്ക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് തയ്ക്കാം. അപ്പം നമ്മളിവിടെ ഒരു കെട്ടിട്ടെടുത്തു. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ആ തയ്യൽ തുമ്പെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മളിവിടെ നിന്ന് മറിക്കുക ചെയ്യാം. നമുക്ക് 2000 കണക്കാണ്. ഇവിടെ നിന്ന് മറിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് മറിച്ചിട്ടെടുക്കാം. രണ്ടും കൂടെ ഇങ്ങോട്ട് മറിക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ 1 ഇഞ്ച്, 1 ഇഞ്ചിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ എൻഡിൽ, ഈ തയ്യൽ തയ്ച്ചിക്കുന്നതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ടു കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ കണ്ടോ, ഒരു ഡാട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിവിടെ വീണ്ടും ഇതിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 1.5 ഇഞ്ചിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ വീണ്ടും മറിച്ചിട്ടിട്ട് ഇതിനെ ഇങ്ങോട്ട് മറിക്കുന്നുണ്ട്, ഇതിനെ ഇങ്ങോട്ട് മറിക്കുന്നുണ്ട്. അപ്പോൾ ഈ പീസ് നമുക്ക് ഇങ്ങനെ ഇട്ട് എടുക്കണം. അപ്പോൾ അതാണ്, ഇത് ആദ്യം അടിച്ചു കഴിഞ്ഞാൽ മറ്റേ നടുക്കത്തെ പീസ് അടിക്കാൻ പെട്ടെന്ന് എളുപ്പം പറ്റും. അതുകൊണ്ട് ആദ്യം ഇത് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇതിങ്ങനെ അകത്തോട്ട് ഉള്ളിലോട്ട് കയറ്റാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളിതും തയ്ച്ചെടുത്തു കണ്ടോ, നല്ല ഇതായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും അതുപോലെ തയ്ച്ചെടുക്കാം. ഇവിടെ പീസും തയ്ച്ചെടുത്തു. അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ മടക്കിയിട്ട് തയ്ക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കണം. അത് ഇവിടെ നിന്ന് വേണമെങ്കിൽ മടക്കാം, ഇവിടെ നിന്ന് വേണമെങ്കിൽ മടക്കാം. നിങ്ങൾക്ക് എവിടെയാണോ മടക്കാൻ, എങ്ങോട്ട് മടക്കാനാണോ എളുപ്പമുള്ളത് ആ വാക്കിന് മടക്കുക. പക്ഷേ മടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ലൈനിങ്ങുമായിട്ട് ഒരുമിച്ച് മടക്കുക. അപ്പുറത്തോട്ട് നല്ല പീസുമായിട്ട് ഒരുമിച്ച് മടക്കുക. മടക്കുക. ഇങ്ങനെ തയ്ച്ചു. അടുത്ത് നമുക്ക് ഇനിയുള്ളത് ഈ ഒരു തയ്യലാണ് അല്ലേ. ഈ ഒരു തയ്യലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ 3 പീസും കൂടെ ഒരുമിച്ച് പിടിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ തയ്യൽ മാറി വരും, ലൈനിങ് മുകളിലോട്ട് കയറി വരും. അതുകൊണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു പീസായിട്ട് പിടിച്ചിട്ട് അപ്പം നമ്മൾ 4 പീസും അടിച്ചെടുത്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ 4 പീസും അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് നല്ലൊരു ഡാട്ട്, നല്ലൊരു പഫ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഈ സൈഡിലൊന്നും തയ്യൽ തുമ്പൊന്നുമില്ല.
അപ്പോൾ നമുക്ക് അടുത്ത പീസും കൂടെ അതുപോലെ വെച്ചെടുക്കാം കേട്ടോ. ഇത് 3 പീസാണ്. ഈ 3 പീസിൽ നമുക്ക് ഇവിടെ ഞാൻ ഒരു തയ്യൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഡാട്ട് വഴി തയ്ച്ച് ഇപ്പോൾ സൈഡ് വഴി തയ്ക്കുവാണ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ എടുക്കുക. ആദ്യം ഞാൻ മിഡിലുള്ള ഡാട്ടാണ് ആദ്യം തയ്ച്ചത്, ഇപ്പോൾ സൈഡ് വഴി കേട്ടോ. അപ്പം നമുക്ക് ഇതിനൊന്ന് തയ്ച്ചെടുക്കാം. ഇതിന് നമ്മളിപ്പോൾ ഈ വര കണ്ടല്ലോ, ഈ തയ്യൽ നമ്മുടെ ഒരു തയ്യൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. സൈഡിലെ ഡാട്ടാണ് ആദ്യം എടുക്കുന്നത്. കാരണം ആദ്യത്തെ പീസ് ഞാൻ തിരിച്ചെടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിലോട്ട് മടക്കി ഇതിൻ്റെ വശത്തോട്ട് ഇതും മടക്കി വെച്ച് ലൈനിങ്ങിൻ്റെ വശത്തോട്ട് ഇത് മടക്കുക. അതായിരിക്കും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ലൈനിങ്ങിൻ്റെ വശത്തോട്ട് ഇത് മടക്കി വയ്ക്കുക, ഈ നല്ല വശത്തോട്ട് ഇത് രണ്ടും കൂടെ മടക്കുക. എന്നിട്ട് നമ്മൾ ഈ തയ്ച്ച് വെച്ചിട്ടില്ലേ അതുവരെ നമ്മൾ ഡാട്ട് എടുത്ത് കൊടുക്കുക. അതായത് നമ്മൾ സാധാരണ ഡാട്ട് എടുക്കും പോലെ 3.25 ഇഞ്ചിന് നമ്മളിവിടെ തയ്ച്ചിൻ്റെ എൻഡ് വന്നിട്ടുണ്ടല്ലോ, ആ എൻഡ് വരെ കൊണ്ട് ഒരു കെട്ടിട്ട് എടുക്കുക. ഒരു കെട്ടിട്ടെടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ മറിച്ചെടുക്കുന്നത് വലിയ നല്ല ജോലിയാണ്. കാരണം നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ ലൈനിങ്ങും ഈ പീസും ഓരോ പ്രത്യേകം ഡാട്ടിട്ടിട്ട് ഒരേ അകലത്തിൽ വരണം, ഒരേപോലെ പിടിക്കണം. നമുക്ക് എവിടെയെങ്കിലും ഒരെണ്ണം മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു ഡാട്ടിൻ്റെ തയ്യൽ വേറെ ആവും, ഫ്രണ്ട് പീസിൻ്റെ വേറെ ആവും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ വരും. ഇത് നമ്മൾ നൂത്തെടുക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കോട് വരാം. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് അതുപോലെ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു തയ്യലെടുക്കണം. നമ്മളൊരു തയ്യലെടുക്കണം. അതായത് 3.25 ഇഞ്ചിൽ നമ്മളിവിടെ നിന്ന് ഈ 9.5 ഇഞ്ച് ഡാട്ടിൻ്റെ അവിടെ ഒരു തയ്യൽ തയ്ച്ച് വെച്ചു. 9.5 ഇഞ്ചാണ് നമുക്ക് പോയിൻ്റ് വന്നത്. ഈ ഒരു തയ്യൽ വെച്ച് വെച്ചു അല്ലേ. അപ്പം നമുക്കിവിടെ നിന്ന് അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് എല്ലാം ഒരുമിച്ച് നിങ്ങൾ തയ്ച്ച് വെച്ചിട്ട് തയ്ക്കരുത്, അതിന് മറിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒന്നൊന്നായിട്ട് തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിവിടെ നിന്ന് ഇതും അതുപോലെ തന്നെ ഇതിങ്ങോട്ട് പിടിക്കുക, ഇതിങ്ങോട്ട് പിടിക്കുക. കണ്ടോ, ഇതിങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര ഇഞ്ചാണ് ഡാട്ട് വേണ്ടെന്ന് അറിയാമല്ലോ. 2 ഇഞ്ച്, 1 ഇഞ്ച് 1 ഇഞ്ച് വീതം. അപ്പം നമുക്ക് 1 ഇഞ്ച് കനത്തിൽ നമുക്കിവിടെ നിന്ന് ഒരു തയ്യൽ കൊടുക്കാം, ഒരു കെട്ടിട്ടെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടി കണ്ടോ. അപ്പം നമുക്കിവിടെ ഈ ഒരു ബ്രസ്റ്റ് പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു നമ്മൾ ഇത്രയും ഒരു കട്ടിങ്ങിന് പോകും. ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് പീസ് നിങ്ങൾ ആദ്യം നോക്കുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സൈഡ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാതാണ്. ഇതിപ്പോൾ രണ്ടും ഒരേപോലെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ബാക്ക് പീസ് ഒരല്പം കൂടെ വ്യത്യാസമേ ഉള്ളൂ, ഒരു 1/2 ഇഞ്ച് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് ഒരു 3 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ കട്ടിങ് 3 ഇഞ്ച് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് കട്ടിങ് 3 ഇഞ്ച് വരും. അപ്പോൾ ആ 3 ഇഞ്ചിൻ്റെ അവിടെ നമ്മളിവിടെ കട്ടിങ് വെട്ടിപ്പോവും. അതായത് ഇത്രയും നമുക്ക് കട്ടിങ് വെട്ടിപ്പോകാനുള്ളതാണ്. ഇവിടെ അതുപോലെ നമ്മൾ ഫ്രണ്ടിൻ്റെ അകലം പോയിട്ട് കട്ടിങ് ഇങ്ങനെ വെട്ടിപ്പോവും. അപ്പോൾ ഈ വെട്ടിപ്പോകുന്ന ഭാഗം വിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഡാട്ട് എടുക്കുമ്പോൾ ഈ പോയിന്റിൽ വരത്തൊക്കെ ഇതിൽ ചരിച്ച് വരണം. അപ്പോൾ ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് വിട്ടിട്ട്, അതായത് ഈ ഡാട്ടിൻ്റെ അകലം 1.5 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇവിടെ നിന്നൊരു വര കൊടുക്കുന്നു. ആ വരയിൽ കൂടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുന്നു. ഫ്രണ്ടിൽ കൂടെ ഒരു തയ്യൽ, ഈ 3 പീസും കൂടെ ഒരുമിച്ചാണ് തയ്ക്കുന്നത് കേട്ടോ, ഒരുമിച്ചായിട്ട് തയ്ച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ഈ പീസും കൂടെ മറിച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുക. രണ്ടും കൂടെ ഒരുമിച്ച് മറിച്ചാൽ മതി കേട്ടോ. ഒരുമിച്ച് മറിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പിടിക്കുന്നു. നമ്മളിവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ക്കുന്നു. ഇത് എളുപ്പത്തിൽ നമ്മൾ മറിച്ചിട്ടെടുക്കാനുള്ളതാണ് കേട്ടോ. മറ്റൊന്നിനേക്കാളും നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ ഓരോന്നും അളവ് നോക്കിയേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം. ആ എൻഡ് വരെ തയ്യൽ വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ കൂടെ അടിച്ചേക്കാൻ കാണാൻ പറ്റും. വേണ്ടോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിട്ടെടുക്കുന്നു. അപ്പോൾ നമുക്ക് 3 തയ്യലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തയ്യലൂടെ വേണം, അല്ലെങ്കിൽ ഒരു തയ്യലൂടെ ഇവിടുത്തേതൂടെ വേണം. ഇവിടെ നിങ്ങൾക്കറിയാലോ, ഈ കൈക്കുഴിയുടെ അവിടുത്തെ മിഡിലൂടെ പിടിക്കുക. അതായത് കൈക്കുഴിയുടെ അവിടെ നിന്ന് നമുക്കൊരു മിഡിൽ വെച്ച് പിടിക്കുക. മിഡിലല്ല, ഇവിടെ നിന്ന് കുറച്ച് നീളം കൂട്ടിയിട്ട് ഈ സൈഡിൽ നമ്മളിവിടെ ഈ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ഡോട്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇത് പിടിക്കുമ്പോൾ നിങ്ങൾ ഈ 3 പീസും ഒരുപോലെ ആക്കി പിടിക്കണം കേട്ടോ. 3 പീസല്ല, 2 പീസാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് 3 പീസ് എടുക്കുന്നത്. അപ്പം നമുക്കിവിടെയും ഒരു തയ്യൽ തയ്ച്ച് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കതും ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമേ തന്നെ ഈ ഡോട്ട് എടുക്കുന്നതിനോട് ഒരു 4 വര കൊടുത്തിട്ട് ആ വരയിൽ കൂടെ തയ്ച്ചെടുത്താൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു വരയുണ്ട്. അപ്പോൾ ആ വരയിൽ കൂടെ നമ്മളൊരു തയ്യൽ കൊടുക്കുന്നുണ്ട്. അതായത് കൈക്കുഴിയിൽ അവിടെ നിന്നുള്ള ഡാട്ടാണ് കേട്ടോ. അവിടെ നിന്നൊരു തയ്യൽ കൊടുത്തു. അപ്പോൾ ആ തയ്യലും ഇതുപോലെ നമ്മൾ മറിച്ചിട്ടെടുക്കണം. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു പീസ് നമുക്കിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അടിച്ച് പോയിട്ടുള്ളതുകൊണ്ട് ഒരല്പം ശ്രദ്ധിച്ച് നിങ്ങൾ അടിച്ചെടുക്കണം. എന്നാലും നമുക്ക് അടിച്ചെടുക്കാൻ നല്ല ഫിനിഷായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട്
നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇങ്ങോട്ടും മറ്റേ പീസ് അങ്ങോട്ടും എല്ലാം ഒരേ സൈഡിൽ തന്നെ അടിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നേ അടിച്ചു തുടങ്ങാം, അതായത് ഈ എൻഡിൽ നിന്ന് അടിച്ചു തുടങ്ങാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു 1/2 ഇഞ്ച് കോട്ടി, നമ്മൾ സാധാരണ ഡാട്ട് എടുക്കും പോലെ കേട്ടോ, 1/2 ഇഞ്ച് കോട്ടി നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. അത് 3 പീസ് ഒരുമിച്ച് നിങ്ങൾ പിടിച്ചോണം, ചുളുവന്ന് വിടാതെ പിടിച്ചോണം, അത്രയേ ഉള്ളൂ. ഒരു കെട്ടിട്ടങ്ങ് എടുക്കുക. ഇപ്പം നമുക്ക് വേണ്ട എന്ത് നല്ല ഭംഗിയായിട്ട് ഡാട്ട് കിട്ടുമെന്നറിയാമോ? നല്ല ഒരുപാട് നമുക്ക് മോശപ്പെട്ട രീതിയിലൊന്നുമല്ല, നല്ല ഭംഗിയായിട്ട് കിട്ടും. കണ്ടോ, ഇതിനകത്ത് നല്ല കവർ ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. കേട്ടോ, ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേട്ടോ, ഇതിൽ നിങ്ങൾക്ക് കപ്പ് വയ്ക്കണമെങ്കിലും വെക്കാം കേട്ടോ. കപ്പ് വയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. കപ്പ് വയ്ക്കാത്തതിന് മാത്രമേ നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ. കപ്പ് വയ്ക്കണമെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചിട്ട് പിന്നെ ഒരു പീസ് കൂടെ നമ്മളിട്ട് മറിച്ചടിക്കേണ്ടി വരും കപ്പ് വയ്ക്കുമ്പോൾ. പക്ഷേ ഇത് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം, നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാം. കേട്ടോ, ഇതിൻ്റെ കട്ടിങ് ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം അല്ലേ. കട്ടിങ് ഞാൻ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് കവർ ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ ലൈനിങ് നമുക്ക് ഇത് ലോക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ കവർ ചെയ്തടിക്കുമ്പോൾ വേണ്ട, ഇത് ഒരു ചുറ്റും ഇങ്ങനെ ഒരടി അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ പീസ് വെച്ചടിക്കാം, ഈ പീസ് വെച്ചടിക്കാം. നിങ്ങൾക്ക് ലോക്കില്ലാത്തവർക്ക് ഇങ്ങനെ കവർ ചെയ്തടിക്കാം, ഇങ്ങനെ അടിച്ചാൽ എളുപ്പമാണ് കേട്ടോ. അതിലടിക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുത്തല്ലേ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇതിനെ ഉള്ളിലാക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ആദ്യം പിടിക്കണം. ഈ തുമ്പ് കറക്റ്റായി പിടിക്കണമെങ്കിൽ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഈ തുമ്പ് കറക്റ്റായി പിടിച്ചിട്ട് നമ്മളിതിങ്ങനെ കവർ ചെയ്തെടുത്തു. എന്ന് കഴിഞ്ഞാൽ മുകളിലോട്ടാക്കിയെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ട, നല്ല ഫിനിഷായിട്ട് കിടക്കുകയും ചെയ്യാം. നമ്മൾ അകത്ത് ഡാട്ടെല്ലാം കവർ ചെയ്തല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ കവർ ചെയ്തെടുക്കണമായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കട്ടിങ് കിട്ടും കേട്ടോ. കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് പിടിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ സൈഡല്ല, ഈ ബാക്ക് സൈഡ്, ബാക്ക് ഉണ്ടോ, ഈ പട്ട ഇവിടെ വെച്ചടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബാക്ക് ഈ സൈഡ് രണ്ടും ഒരേപോലെ അളവിന് വന്നെന്ന് നോക്കണം കേട്ടോ. നമ്മൾ വെട്ടുമ്പോൾ കറക്റ്റ് വെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കട്ടിങ് വെട്ടുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പറ്റില്ല. കണ്ടോ, നല്ലൊരു പഫായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യേണ്ട, തേച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തേച്ച് കാണിക്കാം കേട്ടോ. ഇത് കണ്ടല്ലോ, നല്ല ഡാട്ടൊക്കെ നല്ല കട്ടിങ്ങൊക്കെ നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ആകമൊക്കെ നല്ല ഒരു തയ്യൽ തുമ്പുമില്ല, നല്ല ഫിനിഷായിട്ട് കണ്ടോ. കവർ ചെയ്ത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കവർ ചെയ്തടിക്കുന്നേക്കാളും എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഫ്രണ്ട് പീസാണ് കേട്ടോ. കപ്പൊന്നും വെച്ചിട്ടില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡറൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വീതി കുറച്ച് തച്ചാൽ മതി കേട്ടോ. കാരണം കഴുത്ത് അത്യാവശ്യം വൈഡുണ്ട്. നമ്മൾ ബാക്കും കൂടെ ഇറക്കുമ്പോൾ നല്ല വൈഡ് കഴുത്താവും. ഇതിന് ഇനി പട്ടയും വെച്ചടിച്ചിട്ട് ഹൂക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഈ വീഡിയോ ഇട്ടത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കണ്ടോ. ബാക്കിൽ നമുക്ക് ഒരു തയ്യൽ പോലും കാണാനില്ല, ഒരു തയ്യൽ തുമ്പില്ല, നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തയ്ച്ചെടുത്താൽ നിങ്ങൾക്ക് കല്യാണം ബ്ലൗസല്ല, ഏത് ബ്ലൗസിനും നിങ്ങൾക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഈ ഡാട്ടൊക്കെ കുറച്ച് അകലത്തിടണം. കാരണം കല്യാണ ബ്ലൗസൊന്നും ഈ ഫ്രണ്ടൊന്നും വൃത്തികേടായിട്ട് തയ്ക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇപ്പം നല്ല ഇത്തിരി അവർ ഈ റൗണ്ട് ബ്രായൊക്കെ ഇടുന്നത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് അകലത്തിയിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഈ കോടി വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഒരു ബ്ലൗസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.